ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. KW ഓപ്പറേറ്ററിന്റെ ഒരു എക്സ്ക്ലൂസീവ് മോക്ക് ടെസ്റ്റ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിവിടെ ഒന്നാമത് തൊട്ട് 12ാമത് സെക്ഷൻ വരെയായിരുന്നു ഡിസ്കസ്, ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കുറച്ച് പേർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് സെക്ഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നാമത് സെക്ഷൻ തൊട്ട് 12ാമത് സെക്ഷൻ വരെ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അപ്പൊ നമ്മളിതൊരു കണ്ടിന്യൂസ് ക്വിസ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവരും മാക്സിമം കമന്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം ഒരു 101 സെക്ഷൻസ് കംപ്ലീറ്റഡ് ആണ്. അതിന്റെ മോക്ക് ടെസ്റ്റ് സീരീസ്, PDF നോട്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഫീസ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത് 3000 രൂപ എന്ന് പറയുന്ന ഫീ നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി അധികം വൈകിക്കേണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കും. ഓക്കെ, what will be the current passing through a resistance of 100 ohms if the supply is 220 volt? ഇതാണ് 2.2 ആംപിയർ എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് അനാലിസിസ് ഞാൻ ഈ സെക്ഷന് ശേഷം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു തരാം. നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, 2.2 ആംപിയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 61ഓളം ആൾക്കാർ ഇപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? The resistance of a wire depends upon. The resistance of a wire depends upon option A, cross sectional area only, option B, length only, option C, volume, option D, cross sectional area and length. Option A, cross sectional area only, option B, length only, option C, volume, option D, cross sectional area and length എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ലെങ്ത് ഉള്ളതാണ് ഇവിടെ കൃത്യമായ ആൻസർ വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which material having relative permeability is slightly higher than unity? In which material having relative permeability is slightly higher than unity? Diamagnetic, paramagnetic, ferromagnetic and none of the എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 20 സെക്കൻഡ്സ് ആണ് ഇതിന് മുമ്പിലുള്ളത്. ഏതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് എന്തുള്ളത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി യൂണിറ്റിനെക്കാട്ടും കൂടുതലുള്ളത് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി. യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഇവിടെ ആക്ച്വലി മ്യൂ എന്ന് പറയുന്നതിന് പകരം എപ്സിലോൺ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഏതാണ്? ഹെൻറി പെർ മീറ്റർ ആണോ, വെബർ പെർ മീറ്റർ ആണോ, ഫാരഡ് പെർ മീറ്റർ ആണോ, യൂണിറ്റ്സ് ആണോ എന്നുള്ളതാണ് ചോദ്യം. യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി, യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി. നിങ്ങൾക്ക് മ്യൂ ഇഗ്നോർ ചെയ്യാം, എപ്സിലോൺ ആയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഏതാണ്? ഫാരഡ് പെർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length and area of cross section of a conductor are doubled, then its resistance will be. If the length and area of cross section of a conductor are doubled, then its resistance will be. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഏതാണ്? Unchanged. Okay. Then practical SI unit of heat is expressed in. Practical SI unit of heat is expressed in. Practical SI unit of heat is expressed in calorie, centigrade, joule or Celsius. ഹീറ്റിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്? വേറെ ഡൗട്ട് ഒന്നുമില്ല. ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To the increase in resistance per ohm per degree centigrade rise in temperature is. The increase in resistance per ohm per degree centigrade rise in temperature is. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുക. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which material is having negative temperature coefficient? Which material is having negative temperature coefficient? നാല് ഓപ്ഷൻ: ടങ്സ്റ്റൻ, കാർബൺ, യുറേക്ക ആൻഡ് നിക്രോം. Which will be the right answer? ഏതാണ്? കാർബൺ will be the right answer. Okay. An appliance has a resistance of 100 ohms takes 2 amperes. What is the power consumed by the appliance? നിങ്ങൾക്ക് 1 മിനിറ്റ് ഈ ക്വസ്റ്റിന് വേണ്ടി തരുന്നുണ്ട്. കാരണം ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈമും കൂടി എടുക്കുക. എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
400 വാട്ട് ആണോ 300 വാട്ട് ആണോ 450 വാട്ട്സ് ആണോ 350 വാട്ട്സ് ആണോ? ഓക്കെ, ഇതൊരും 400 വാട്ട് ആൻസർ ആയിരിക്കും അല്ലേ? ഓക്കെ, എല്ലാവരും കൃത്യമായി തന്നെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് കറന്റ് ഡിപെൻഡ്സ് ഓൺ amount of current depends on applied voltage only, ohmic value of resistance only, applied voltage and ohmic value of the resistance, none of the above, none of the above. The amount of current depends on, the amount of current depends on, simple question. Applied voltage and ohmic value of resistor. Next, what will be the voltage across resistor of 60 ohms if the current flowing through it is 0.1 ampere? 60 volt, 6 volt, 1 volt, 600 volt. What will be the voltage drop across a resistor of 60 ohms if the current flowing through? Okay, 6 volt. Okay. Next question. If the diameter of metal wire of a given length is doubled, then its resistance will be doubled, be halved, remain the same, be 1/4. If the diameter of metal wire of a given length is doubled, then its resistance will be. Okay, be 1/4. In any electric network, the sum of the incoming current at each junction is equal to the sum of outgoing current. The law അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളൂ. In any electric network, the sum of incoming current at each junction is equal to the sum of outgoing current. ഈ ലോ അറിയപ്പെടുന്ന പേര് എന്താണ്? കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്നാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓരോ ലോയിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Okay, next question. Resistance of human body is about. Resistance of human body is about. എല്ലാ ക്വസ്റ്റിനും പലതവണ PSC എക്സാമിനേഷൻ ആയിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. Resistance of human body is about 10 ohm ആണോ 1 kilo ohm ആണോ 100 ohm ആണോ 10 kilo ohm ആണോ എന്നാണ് ചോദ്യം. ഏതാണ്? Should be 1 kilo ohm. Okay. The resistance of the material depends. Length, area of cross section, material, all of the above. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ്? എല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Kirchhoff voltage law is based on the conservation of charge, energy, momentum and mass. Kirchhoff voltage law is based on the conservation of energy. Very good. Name of the law that states the force between electric charges. Name the law that states the force between electric charge. Ohm's law, Coulomb's law, Faraday's law, Ampere's law. Coulomb's law. What happened to the force acting between the charged particles if the resistance between these charged particles is halved? It increased by 4 times. Electric flux density in electric field is referred to as. Electric flux density in electric field is referred to as. Flux lines per
unit area. The electric flux density is the product termലാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇക്വേഷൻ ഒക്കെ അറിയുമായിരിക്കും. ഇവിടെ എന്താണ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഏതാണ് product of permittivity and electric field intensity will be the right answer. Next question. A capacitor consists of two. Conductors separated by an insulator. The capacitance of a capacitor is not influenced by plate thickness, plate area, plate separation, nature of dielectric. Plate thickness. A capacitor that stores a charge of 0.5 coulomb at 10 volts has a capacitance of dash farads. Capacitor that stores a charge of 0.5 coulomb at 10 volts has a capacitance of dash farads. Okay, 0.05. Okay. A capacitor of 60 microfarad capacity is connected across a supply voltage of 500 volts. Find charge of the capacitor. ഇവിടെ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് എല്ലാ ക്വസ്റ്റ്യനുകളോടും ഓൾറെഡി 1 to 12 സെക്ഷൻസ് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെക്ഷനിലേക്ക് തന്നെ പോകണം. കാരണം ആ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ എൻജോയ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു വേണം നിങ്ങൾ വരാൻ. ഓക്കെ, എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു നവംബറിൽ ആ സിലബസ് വന്ന് ഒരു 45 to 50 ഡേയ്സിൽ നമ്മൾ ഏകദേശം 101 സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തു. താങ്ക്സ് ടു ഓൾ ടീച്ചേഴ്സ്. എന്താ പറയാ, ഒരു എല്ലാവരുടെയും ഒരു ഭയങ്കര യൂണിറ്റി ആയിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാലും നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കറക്റ്റ് അറ്റൻഡ് ചെയ്തു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ, ഇനിയുള്ള ഒരു മാസം കൃത്യമായിട്ട് തന്നെ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യാം. 0.03. Next, by increasing the charge Q of a capacitor, its capacity increases, its capacity decreases, its capacity remains unchanged, its potential difference remains unchanged. Its capacity remains unchanged. The total capacitance of a group of capacitor is increased when they are connected. Capacitor serial connection, resistor series parallel connection നോക്കിയതാണ്. അതായത് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ എങ്ങനെ കണക്ട് ചെയ്യണമെന്നാണ് ചോദ്യം അല്ലേ? വേറെ ഒന്നുമില്ല. സിമ്പിൾ തിങ്സ്. പക്ഷേ സിമ്പിൾ തിങ്സ് ഓൾവേസ് കോംപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. A natural magnet is called steel, leadstone, magnetism, soft iron. Yeah, leadstone. Next, externally the magnetic lines of force travel. Magnetic lines of force എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നോർത്ത് ടു സൗത്ത് ആണോ, സൗത്ത് ടു നോർത്ത് ആണോ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണോ, ഇൻ ബോത്ത് ഡയറക്ഷൻ, അങ്ങോട്ട് സൗത്തിലേക്ക് നോർത്ത് സൗത്തിൽ നിന്നൊക്കെ മൂവ് ചെയ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. നോർത്ത് ടു സൗത്ത്. നെക്സ്റ്റ്, the magnetism that remains in magnetic material after the withdrawal of magnetizing force is called. The magnetism that remains in a magnetic material after the withdrawal of magnetizing force is called.
Permeability, induction, residual magnetism, saturation. Simple, അല്ലേ? Remains magnetic material after withdrawal magnetic force. Of course, residual magnetism. Next. Permeance is an analog to. Permeance is an analog to. Conductance, resistance, reluctance, none of this. Option A പറയുന്നു conductance, option B പറയുന്നു resistance, option C പറയുന്നു reluctance, option D പറയുന്നു none of these. ഇതാണ് conductance. Next. The permeability of a material means strength of a magnet, strength of an electromagnet, magnetization remain in an iron bar on withdrawal of magnetizing force, the conductivity of a magnetic material for the magnetic lines of force. Permeability. എന്താണ് permeability എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ്? The conductivity of a magnetic material for the magnetic lines of force എന്നുള്ളതാണ് കൃത്യമായ ആൻസർ ആയി വന്നിരിക്കുന്നത്. Okay, the conductivity of a magnetic material for the magnetic lines of force. Option D. Which law state that the magnitude of the induced EMF is directly proportional to the rate of change of flux linkage? Lenz's law ആണോ? Faraday's first law of electromagnetic induction ആണോ? Faraday's second law of electromagnetic induction ആണോ? Fleming's right hand rule ആണോ? അപ്പൊ എല്ലാ റൂളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം അല്ലേ? Which law state that magnitude of the induced EMF? ഏതാണ്? Faraday's second law of electromagnetic induction ആണ്. Next. The amount of magnetizing force, the amount of magnetizing force which is required to overcome the residual magnetism. ഏതാണ്? Coercivity. Okay. The reciprocal of permeability is magnetomotive force, field intensity, flux density, reluctivity. The reciprocal of permeability is the reciprocal of permeability is reluctivity. Last and final question for you. Which of the following material is a diamagnetic substance? Which of the following material is a diamagnetic substance? Platinum, glass, copper, aluminum. Diamagnetic substance. ഏതാണ്? ഗ്ലാസ് എന്നുള്ളതാണ് ആൻസർ ആയി വരും. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര മാർക്ക് കിട്ടി നിങ്ങളുടെ കൃത്യമായ ആൻസർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയത് സെൽഫ് അനാലിസിസ് നടത്തുക. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ഷുഡ് റിവൈസ് മോർ. കാരണം നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യണം എന്ന ഒരു പോസിറ്റീവ് വൈബിൽ മാത്രം അതിനെ എടുക്കുക. കാരണം ഒരിക്കലും നമ്മൾ ഇനി ബാക്കിലോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ദിവസവും ഇത്രയും വേക്കൻസി ഉണ്ട്, നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ജോലി ഇരിക്കും. അപ്പൊ കഷ്ടപ്പെടാണ്ടൊന്നും നമുക്ക് കയ്യിലേക്ക് ആരും കൊണ്ടുതരില്ല. അപ്പൊ മാക്സിമം ഇതിലേക്ക് എന്ത് ചെയ്യുക, എഫോർട്ട് എടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ന്യൂ സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇനിയുള്ള സെക്ഷൻസ് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കൃത്യമായി മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകാം. ഒന്നും ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ 1 to 12 എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി കറക്റ്റ് ആണോ, നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു എൻഷുറിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ക്വിസ് നടത്തിയത്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. എന്നാൽ നമ്മൾ ഇന്ററാക്റ്റീവ് മോക്ക് ടെസ്റ്റ് നടത്തിയ സമയത്ത് തന്നെ ഇപ്പൊ എല്ലാവരും അടുത്ത തവണ ഞാൻ ഒന്നാമതാവും എന്ന ഗ്രൂപ്പിലെ റിപ്ലൈ ഒക്കെ വന്നില്ല. അതൊക്കെയാണ് അതിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്പിരിറ്റ് ആണ് എപ്പോഴും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. നമ്മൾ ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാണ് വന്നത്. ആദ്യം നമ്മൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെയാണ് സ്റ്റേറ്റിലേക്ക് ഫസ്റ്റിലേക്ക് എത്തിയത്. നേരെ നമ്മൾ സ്റ്റേറ്റ് റാങ്കിൽ ഫസ്റ്റ് അടിക്കല്. അപ്പൊ ഈ ഓരോ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും അതിൽ ഒന്നാമതെത്താൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. കാരണം അതൊരു എന്താണ്, ഒരു സ്പിരിറ്റിന്റെ ഭാഗമാണ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ആ സ്പിരിറ്റ് എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയത് നമുക്ക് ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ ഞാൻ അതിന്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ലിങ്കില്. അടുത്ത സെക്ഷൻ ഏതൊക്കെ നിങ്ങൾ പഠിക്കണമെന്നുള്ളത് 12, 13 തൊട്ട് 24ാമത്തെ സെക്ഷൻ വരെയാണ് നിങ്ങൾ അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾ മോക്ക് ടെസ്റ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഇതിനിടയിൽ ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് കുറച്ച് സെക്ഷൻസ് ഒഴിവാക്കിയത്. അപ്പൊ 12 സെക്ഷൻ എന്തായാലും അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും കറക്റ്റ് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബൈ.